നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നിയമസഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. ഈ വിഷയം കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചപ്പോൾ ഈ വിഷയത്തോട് ഏറ്റവും അനുകൂലമായി പ്രതികരിക്കേണ്ടുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ വിളിച്ചത് SUCIയുടെ നാവായി മാറിയെന്നാണ്. ഈ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ SUCIയുടെ നാവെന്നല്ല, ഇനി നാളെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ നാവെന്ന് പറഞ്ഞാലും ഈ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പോൾ കുറച്ചു മുമ്പും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഞാനതിന്റെ രാഷ്ട്രീയം പറയുകയല്ല, ഇന്നലെ വൈകുന്നേരം കേന്ദ്ര സർക്കാരിൻ്റെതായി പുറത്തു വന്ന ഒരു കുറിപ്പിന് എതിരായി വിശദീകരണവുമായി കടന്നു വന്നിട്ടുണ്ട്. ഞാനിന്നലെ കേരള നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിവിധ സംസ്ഥാനങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞു വായിക്കുന്ന ആ ലിസ്റ്റിനകത്ത് തന്നെ സിക്കിമിന്റെ 10,000 വർദ്ധിപ്പിച്ചതിനെ പറ്റി അതേ ലിസ്റ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് പക്ഷേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കാണാത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അന്ന് പഠിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമിന്റെ ഭൂപടം മാപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ലേ എന്ന്. അവരെ എന്നോട് മറുപടിയായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, അവർ പഠിച്ച കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സിക്കിമും കേരളത്തിന്റെ ഭാഗം തന്നെയാണ്, ആ സിക്കിമിൽ 6,500 രൂപയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രീമതി വീണ ജോർജിനെ പഠിപ്പിച്ച കണക്ക് മാഷോടാണ് എന്റെ പരാതി. നിങ്ങൾ പഠിപ്പിച്ച കണക്കിനകത്ത് 10,000 എന്നുള്ളത് ഇപ്പോഴും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി 6,500 തന്നെ വായിക്കുന്നുണ്ട് എങ്കിൽ ആ കണക്ക് പഠിപ്പിച്ചതിനകത്ത് എന്തോ ഗുരുതരമായ കുഴപ്പമുണ്ട്. ഇനി എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിച്ചോട്ടെ. അതിന്റെ പേര് വാദപ്രതിവാദത്തിന് വേണ്ടി ചോദിക്കുകയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടിസ്ഥാന ശമ്പളം 93,000 രൂപയാണ്. അടിസ്ഥാന ശമ്പളം. മറ്റാനുകൂല്യങ്ങൾ വേറെയുണ്ട്. പോട്ടെ, നമ്മൾ ആ ശമ്പളം മാത്രമാണ് എടുക്കുന്നത്. അതായത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു ദിവസം 24 പ്രവൃത്തി ദിവസമാണല്ലോ. പോട്ടല്ല, കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണല്ലോ, 30 ദിവസം പ്രവർത്തിക്കുകയാണെന്ന് കൂട്ടിക്കും. ശരാശരി ഒരു ദിവസം 3,000 രൂപ വെച്ച് ശമ്പളം മാത്രമേ ഉണ്ടോ? പെട്രോൾ അടിക്കാൻ 5 പൈസ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട, ഭക്ഷണത്തിന് 5 പൈസ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട, അതെല്ലാം വിട്ടു. ഞാൻ ശമ്പളം മാത്രമാണ് എടുക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ദിവസത്തെ അടിസ്ഥാന ശമ്പളം 3,000 രൂപയാണ്. ഇവിടെ ഇരിക്കുന്ന സാധു മനുഷ്യന്മാരുടെ ഒരു ദിവസത്തെ വേതനം 232 രൂപയാണ്. ആ 232 രൂപ 700 രൂപയാക്കുവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സാധു മനുഷ്യരോട് നിങ്ങൾ നിഷേധാത്മകമായി സമീപനം കാണിക്കുമ്പോൾ ഞാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പിരിവെച്ച ഏത് പിരിവ്? നിങ്ങൾ ആക്ഷേപിച്ച അതേ വാട്ട വെച്ച് ബക്കറ്റ് വെച്ച് പിരിവെടുക്ക. 232 രൂപ തരാം. ഒരാഴ്ച ജീവിക്കണ്ട, ഒരു മാസം ജീവിക്കണ്ട, ഒരു വർഷം ജീവിക്കണ്ട, ഒരു ദിവസം നിങ്ങളുടെ മക്കളുടെ ഫീസ് കൊടുത്ത് നിങ്ങളുടെ ആരോഗ്യ പരിപാലനം നോക്കി ഒരു ദിവസം നിങ്ങൾക്ക് ആ 232 രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചാൽ ഈ സമരം സ്വിച്ച് ഇട്ടതുപോലെ അവസാനിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ശരിയല്ലേ? അവസാനിപ്പിക്കില്ലേ? ഒരു ദിവസം, ഒരൊറ്റ ദിവസം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി 232 രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിച്ചാൽ ഈ സമരം, നിങ്ങൾ പൊളിച്ചു മാറ്റിയ ടാർപോളിംഗ് ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഈ സമരം നിർത്താൻ ഇവരോട് ഞാൻ അഭ്യർത്ഥിച്ച ഈ സമരം ഇവിടെ അവസാനിപ്പിക്കും. തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഉറ്റവർക്ക് ജീവിക്കാൻ കഴിയാത്ത ആ 232 രൂപ കൊണ്ട് ഈ സാധു മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രൂരതയാണ്. നിങ്ങളിനി ഏത് താരതമ്യ പഠനം നടത്തിയാലും, ഏത് സംസ്ഥാനവുമായി തുലനം ചെയ്താലും ഈ കേരളത്തിന്റെ മണ്ണിൽ 232 രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കുവാൻ കഴിയില്ല. മിനിസ്റ്ററെ, നിങ്ങള് അധികാരത്തിന്റെ അഹങ്കാര ഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങി ഈ സാധു മനുഷ്യനോടൊന്ന് സംവദിക്കും. എന്നോട് ഇന്നലെ മന്ത്രി പറഞ്ഞത് നിങ്ങളോട് നിരന്തരമായി ചർച്ച നടത്തിയെന്ന്. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ചർച്ച നടത്തിയോ? ചർച്ചയായിട്ട് നടത്തിയോ? ഇല്ല. ഒരു എളുപ്പമില്ലാതെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നിന്ന് ആധികാരികമായി കള്ളം പറയുക. മുൻപൊക്കെ ഇവര് കേരളത്തിന് വേണ്ടി മാത്രമായിരുന്നു കള്ളം പറയുന്നത്. ഇപ്പൊ സിക്കിമിനെ പറ്റി ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. മുൻപ് കേരളത്തെ പറ്റി മാത്രമായിരുന്നു കള്ളം പറയുന്നത്.
കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇനി നിങ്ങൾക്ക് കള്ളം പറയാൻ, മേന്മ പറയാൻ, കള്ളവും പറയും മേന്മ പറയും, വീമ്പ് പറയാൻ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഡാറ്റ വേണമെങ്കിൽ ഈ സാധു മനുഷ്യർ ഈ പന്തലിൽ നിന്ന് സമരം അവസാനിപ്പിച്ച് പഴയ പോലെ വെയിലും മഴയും കൊണ്ട് വീടാന്തരം കയറി ഡാറ്റയുണ്ടാക്കിയാലേ അടുത്ത സഭാ സമ്മേളന കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യ വകുപ്പിനെ പറ്റി വീമ്പ് പറയുവാൻ കഴിയും. നിങ്ങൾക്ക് ആ വർത്തമാനം പറയാൻ, നിങ്ങൾക്ക് മേന്മ പറയാൻ ആ ഡാറ്റ തരുന്ന സാധാരണ മനുഷ്യന്മാരാണ് ഇവിടെ ഈ സമരത്തിലിരിക്കുന്നതെന്ന് മാത്രമുള്ള ഓർമ്മയുണ്ടായാൽ മതി. ആ സമരമിരിക്കുന്ന ആളുകളെ കൃമികളെന്ന് വിളിച്ചാലോ കീടങ്ങളെന്ന് വിളിച്ചാലോ, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ SUCയുടെ വക്താവെന്ന് വിളിച്ചാലോ ഒന്നും അവസാനിച്ച് പോകുന്നതല്ല ഈ സമരമെന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ജനകീയമായ സമരങ്ങളിലൂടെ കടന്നു വന്നതാണ്. ചാനൽ മുറികളിൽ ഇരുന്ന് വാർത്ത വായിച്ച് ജനപ്രതിനിധിയായി മന്ത്രിയായി വന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ നാട്ടിൻ പുറങ്ങളിൽ വെയിൽ കൊണ്ടും മഴ കൊണ്ടും കഠിനാധ്വാനം ചെയ്ത് കടന്നു വന്ന ആളുകളാണെന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ആ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ വെടിഞ്ഞ് ഒരു സ്ത്രീയായി, ഒരമ്മയായി, ഒരു സഹോദരിയായി ഈ സാധു മനുഷ്യരോട് സംസാരിക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഈ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളാരാണ്ട് പറഞ്ഞ ഡിമാൻഡിന്റെ പുറത്താണ് ഈ സമരം. ഈ സമരം ഇവിടെയാ. നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ അധികാരത്തിലേക്ക് വന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആളുകളെയാണ് ഇങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് പ്രാവശ്യം. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇന്നലെ എനിക്ക് വലിയ സങ്കടം ഉണ്ടായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം CITന്റെ ഒരു നേതാവ് പറഞ്ഞു, ശ്രീ സുരേഷ് ഗോപി വന്നപ്പോ നിങ്ങൾക്ക് കൂടെ കൂടാതെ ഉമ്മ തന്നിട്ടുണ്ടോ എന്ന്. സുരേഷ് ഗോപി ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സമരത്തിന് ഈ നാട് നിങ്ങൾക്ക് ഉമ്മ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിയമസഭയിൽ ചോദിച്ചു, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി വീണ ജോർജ്, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ് ഈ സ്ത്രീകളെ ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോൾ ഉമ്മ തന്നു എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചപ്പോ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ മൈക്ക് ഓഫ് ആയിരുന്നു. ശ്രീമതി വീണ ജോർജ് ഇരുന്ന് അവിടെ പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവർ പറയുകയാണ്, അതിന് ഞാൻ എന്തിനാ മറുപടി പറയുന്നത്? ഈ നാട്ടിലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുമ്പോ അതിന് ഞാൻ എന്തിനാ മറുപടി പറയുന്നതെന്ന് ആണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ ആ മറുപടി പറയാൻ അധിക നാൾ ആ സ്ഥാനത്ത് നിങ്ങളുണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ജനകീയമായ സമരങ്ങളെ തള്ളിപ്പറഞ്ഞവരൊന്നും കാലത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഓർമ്മ ശ്രീമതി വീണ ജോർജിന് ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അതിന് SUC എന്നല്ല എന്തെല്ലാം പറഞ്ഞാൽ കേരളയിൽ സമരം ചെയ്തപ്പോൾ തീവ്രവാദി എന്നാണ് എന്നെ വിളിച്ചത്. അത്രയൊന്നും വിളിച്ചില്ല. SUC എന്നൊക്കെ ഈ സമരത്തിന് വേണ്ടി പറയുമ്പോ വാക്ക് സംസാരിക്കുമ്പോ നാം ഉയർത്തുമ്പോ SUC എന്ന് വിളിച്ചാൽ ആ മെമ്പർഷിപ്പ് അഭിമാനത്തോടുകൂടി തന്നെ ഞാനെങ്കിൽ ഏറ്റെടുക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ ധർമ്മ സമരത്തിന്, അമ്മമാരുടെ പെങ്ങന്മാരുടെ ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും ഒപ്പമുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ